ഹായ്, ഞാൻ എൻ്റെ സുമിത്ര. ഇന്ന് ഞാനൊരു ടോപ്പിക്കായിട്ടാണ് വന്നത് കേട്ടോ. നമ്മുടെ ഇവിടെ വന്നൊരു ക്ലയൻറ്റിൻ പറഞ്ഞൊരു വെച്ചപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പുള്ളിക്കാരി പോകുമായിരുന്നു. ഡോക്ടറെ അടുത്ത് പോയി കെമിക്കൽ പീൽ ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് ഒന്ന് ഫേഷ്യൽ ചെയ്യണമെന്ന് തോന്നി വന്നു. അപ്പോൾ വന്നിട്ട് നോക്കിയപ്പോൾ സ്കിന്നിൽ പിമ്പിൾസാണ്. അപ്പോൾ ആക്നെ കെമിക്കൽ പീലാണ് ചെയ്തേക്കുന്നത്, ഡോക്ടർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ഓയിൽമെൻറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരി ഇടുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് ഒരു ഫേഷ്യൽ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പാടില്ല, നമുക്കപ്പോൾ പിമ്പിൾസ് കുറഞ്ഞു, അപ്പോൾ പിന്നെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അപ്പോൾ 4 വീക്കെങ്കിലും കഴിഞ്ഞിട്ടേ നമുക്ക് കെമിക്കൽ പീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ, ലൈറ്റ് ആയിട്ടുള്ള ഹാർഡ് മോയ്സ്ചറൈസറൊന്നും യൂസ് ചെയ്യാതെ ലൈറ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ മസ്റ്റായിട്ട് കെമിക്കൽ പീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യണം. അത് ഏത് കെമിക്കൽ പീലാണെങ്കിലും നമ്മൾ ഒരു 4 വീക്ക് നമ്മൾ സ്കിന്നിനെ റിലാക്സ് ചെയ്യാനായിട്ട് വിടുക. അതിനൊരു ഈ പീൽ ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു സ്കിന്നിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആ മാറ്റം ഈ 4 വീക്ക് നടക്കുകയാണ് ചെയ്യുന്നത്. അത് പീൽ ചെയ്ത് പോവുക, അങ്ങനെയുള്ള അതിൻ്റെ ആ ഒരു കെമിക്കൽ ആക്ഷൻ നമ്മുടെ സ്കിന്നിൽ നടന്നുകൊണ്ടിരിക്കും, മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും അതിൻ്റെ കൂടെ സ്ക്രബോ സ്റ്റീമോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബേണിങ് വരാൻ ചാൻസ് കൂടുതൽ. കാരണം നമ്മുടെ സ്കിൻ വളരെ സെൻസിറ്റീവായിട്ട് ഇരിക്കുന്ന ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കെമിക്കൽ പീലോ മറ്റു കാര്യങ്ങളോ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് പോലും ഫേഷ്യൽ ചെയ്യാൻ നോക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു മെയിൻ ഇൻഫർമേഷൻ ആണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. ഓക്കെ, താങ്ക് യു.